ഹായ് മക്കളെ, ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയണം കേട്ടോ. അതായത് +1കാർക്ക് ഇന്ന് വെള്ളിയാഴ്ചത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇനി ശനിയും ഞായറും തിങ്കളും കഴിഞ്ഞിട്ട് 3 ദിവസത്തിന് ശേഷം ചൊവ്വാഴ്ചയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. ആൻഡ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് തകർത്ത് പഠിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എത്ര ആൾക്കാർ സത്യം പറയണം കേട്ടോ. അതായത് ഇന്ന് വെള്ളിയാഴ്ചയും നാളെ ശനിയാഴ്ചയും ഉറപ്പായിട്ടും പഠിക്കുമെന്ന് തീരുമാനിച്ച എത്ര ആൾക്കാരുണ്ട്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സാറേ ഞാൻ ഉറപ്പായും പഠിക്കുന്നതാണ് തീരുമാനിച്ചത്, അല്ലെങ്കിൽ സാറേ പഠിക്കണോ വേണ്ടിയോ ഡൗട്ടായി. ആ ഭൂരിഭാഗം ആൾക്കാർക്കും ഡൗട്ടായിരിക്കും. കാരണം എന്താ, 2 ദിവസം നമ്മൾ കഷ്ടപ്പെട്ടു, ഇനി 3 ദിവസം എക്സാമില്ല, പിന്നെ പഠിച്ചാൽ പോരെ അല്ലേ? ശരിയല്ലേ? പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, ശരിക്കും ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ എങ്ങനെയാ തോന്നുന്നത്? കാരണം നിങ്ങൾ അതിന് മാത്രം പഠിച്ചു തീർന്നിട്ടുണ്ടോ? ആൻഡ് രണ്ടാമത്തെ കാര്യം, അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ അതായത് വെള്ളിയാഴ്ച രാത്രി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ശനിയാഴ്ച നിങ്ങൾ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തന്നെയാണ് തീരുമാനിച്ചത്, ഇനി അങ്ങോട്ട് മാർച്ച് 26 പരീക്ഷ കഴിയുന്നത് വരെയുള്ള 40 ദിവസവും മാക്സിമം എന്ത് ചെയ്യും, എല്ലാ ദിവസവും നമ്മൾ മിനിമം 5 മണിക്കൂറെങ്കിലും പഠിക്കുന്നുള്ളത്. അപ്പം പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡ്, നിങ്ങൾക്ക് സുഖയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനുള്ള ദിവസങ്ങളല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് റീസൺ ആണുള്ളത് പഠിക്കാതിരിക്കാൻ? അതായത് 3 ദിവസം കഴിഞ്ഞിട്ട് എക്സാം ആണ്, അല്ലെ അതിന് മാത്രം പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഭൂരിഭാഗം ആൾക്കാരുടെ അവസ്ഥ. നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എത്താനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടും ഡിസിപ്ലിനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ മാത്രമേ എന്തെത്തുള്ളൂ. ആ ഒരു ഡിസിപ്ലിൻ്റെ പാർട്ടല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ പഠിക്കുന്നില്ലെങ്കിൽ. ഈ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരാളെങ്കിലും +1 കുട്ടി ഇന്ന് പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ച കുട്ടി വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണാണ്, അല്ലെ ടെക്സ്റ്റ് ബുക്ക് എടുത്തൊന്ന് പഠിക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്തതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കേണ്ടത് വെച്ചാൽ, നമ്മളൊരു ഗ്രേറ്റസ്റ്റ് കംബാക്കിനെ കുറിച്ചാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് +1 എത്തി ഒരുപാട് പ്രതീക്ഷയോടുകൂടി തുടങ്ങിയതാണ്. പക്ഷേ ഇടയ്ക്കെവിടെയോ സംഭവം ടഫായി, പഠിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല, പഠിച്ച് തീരുന്നില്ല. അന്ന് ആ ഒരു നിമിഷം നമ്മളെന്ത് ചെയ്താണ്, മെല്ലെ കൈവിട്ടതാണ് +1 അല്ലേ. അപ്പം ഇനി സീരിയസ് ആയി നമുക്ക് എന്ത് ചെയ്യണം, ഫൈനൽ എക്സാമിന് 520-ൽ 500 മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതായത് നിങ്ങളെന്തെങ്കിലും ചിലപ്പോഴൊക്കെ ഈ ഫുട്ബോളിലും ക്രിക്കറ്റിലൊക്കെ കാണാൻ പറ്റില്ല, ഫോം ഔട്ടൊക്കെ ആയി ആകെ ടീമിൽ നിന്നൊക്കെ പുറത്തായിരുന്നു പെട്ടെന്ന് എന്താണ് ഒരൊറ്റ ഗെയിമിലൂടെ തിരിച്ചു വരുന്നത്. അതുപോലത്തെ ഒരു ഗ്രേറ്റസ്റ്റ് കംബാക്കാണ് നിങ്ങളിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കേണ്ടത്. അതിന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് 5 മണിക്കൂറാണ്. ആ 5 മണിക്കൂർ എന്തുണ്ട്, ആ 5 മണിക്കൂറിൽ ഇന്നത്തെ ദിവസം ഉൾപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യുക, വീഡിയോ കാണുക, പഠിക്കാൻ ഇറങ്ങി. എന്ത് പഠിക്കണം എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തിങ്കളാഴ്ച നിങ്ങൾക്ക് നിങ്ങൾക്ക് 2 പരീക്ഷകളുണ്ട്. CS ഉള്ള ആൾക്കാർക്ക് CS-ഉം അതേപോലെ തന്നെ ഫിസിക്സിൻ്റെയും പരീക്ഷ വരുന്നുണ്ട്. തിങ്കളാഴ്ച അല്ല, ചൊവ്വാഴ്ച. അതിനുശേഷം മാത്സിൻ്റെ പരീക്ഷ ബുധനാഴ്ച. ഒരൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ചില ചാപ്റ്റേഴ്സൊക്കെ ടഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന്, അതായത് ഈ വീഡിയോ നിങ്ങൾ വെള്ളിയാഴ്ച 7 മണിക്ക് മുമ്പാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഈ ലൈവിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം. അതേപോലെ തന്നെ ശനിയാഴ്ച രാത്രി 7 മണിക്ക് നിങ്ങൾക്ക് ഈ ലൈവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയുമായിട്ട് 2 സെഷനോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, +1 മാത്സ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിപ്പിച്ചു തരും. ഇൻ കേസ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ വെള്ളിയാഴ്ച രാത്രിയോ അല്ലെ ശനിയാഴ്ച ഉച്ചക്കോ അങ്ങനെ ഏതെങ്കിലും ദിവസങ്ങളാണെങ്കിൽ ലൈവിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. 1x-ലോ 1.5x-ലോ 2x-ലോ ഇട്ട് നിങ്ങൾ കണ്ടോ, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അതെന്തായിരിക്കണം, അത് ഡിസിപ്ലിൻ്റെ പാർട്ടായിരിക്കണം, നിർബന്ധമായിരിക്കണം. ഡെയിലി ഇനി അങ്ങോട്ടുള്ള 40 ദിവസം 5 മണിക്കൂർ പഠിക്കുന്നുള്ളത് അവിടെ നോ എക്സ്ക്യൂസ് ആണ്. ആൻഡ് നോ എക്സ്ക്യൂസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു എക്സ്ക്യൂസും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരാളിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സാറേ ഞാൻ പഠിച്ചു തുടങ്ങി എന്നുള്ളത്. ദാറ്റ്സ് ഇറ്റ്. ബൈ.